ഈ മോഹൻദാസിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു ഒത്തുകളിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം മോഹൻദാസ് ചെയ്ത നടപടി ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും അപലപിച്ചൊരു കാര്യമാണ്. അത് RSSൻ്റെ ഉള്ളിരിപ്പാണ് വ്യക്തമാക്കുന്നത്. RSSൻ്റെ ഒരു താത്വികാചാര്യനായിട്ടാണല്ലോ മോഹൻദാസ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇവിടെ ഒരു പേഴ്സണം എന്ന രീതിയിലുള്ള അറസ്റ്റാണ് നടന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട നിയമ നടപടികൾ അത് ഒന്നും പാലിച്ചില്ല. അത് ബോധപൂർവം വീഴ്ച വരുത്തിയതാണ്. പോലീസിന് അറിയാത്തത് കൊണ്ടല്ല ഈ കാര്യങ്ങൾ നടപടിക്രമം പാലിക്കാതിരുന്നത്. നടപടിക്രമം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നല്ല നിശ്ചയമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്ന് വേണം കാണാൻ. അപ്പോൾ പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും അറിയാത്തവരാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സേന തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവർ ബോധപൂർവം മറ്റെന്തോ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഭാഗം, കേന്ദ്ര ഗവൺമെൻറ് മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളിൽ വ്യാപകമായ വിമർശനം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികൾ ഇവിടെയും വരുന്നു എന്ന് വേണം കാണാൻ. ഇപ്പോൾ ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭത്തിന് ശേഷം സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കും റീലുകൾക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ മെറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു സെൻസറിങ് നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ പാതയിലാണ് UDF സർക്കാരും നീങ്ങുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വന്നത്, തൂഫാൻ നടപടിയുടെ ഭാഗമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടാറുണ്ട് പോലും. അപ്പോൾ അദ്ദേഹമാണ് ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ നല്ല നിലക്ക് നൽകുകയും സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വാർത്ത നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് വാർത്തകൾ വരികയാണ്. ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ പരോക്ഷമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ തൂഫാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാനിൽ നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ വസ്തുതാപരമായ ഒരു വാർത്ത അത് നീക്കം ചെയ്യിക്കാൻ സാധാരണഗതിയിൽ നിയമപരമായി കഴിയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നീക്കം ചെയ്യൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻസർഷിപ്പ് ആ രീതിയിൽ ഏർപ്പെടുത്തുന്നത് തീർത്തും ഏകാധിപത്യപരമായ കാര്യമാണ്.
അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല.